ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാചകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു രീതിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ സെയിം പാറ്റേണുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ അത്തരത്തിലുള്ള വീഡിയോസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഗ്രാമറൊന്നും കൂടുതൽ പറയാതെ സിമ്പിളായ രീതിയിൽ ആ ഒരു ഉപയോഗം, ആ ഒരു രീതി മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായും അതുപോലത്തെ ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു രീതിയാണ്, നീ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നീ എൻ്റെ കൂടെ ഇന്ന് ലഞ്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡിന്നർ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ എൻ്റെ കൂടെ ഒരു കോഫി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ പറയുകയാണെങ്കിൽ കോഫി കഴിക്കാൻ വരുന്നുണ്ടോ? അതുപോലെ തന്നെ നീ അവരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഞങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്തരത്തിലൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, പറയുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി സാധാരണ പറയും പോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നീ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനൊരു പ്രത്യേക പാറ്റേണിലാണ്. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മളിത് പറയുന്നത് ഇങ്ങനെയാണ്: വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? നീ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. വുഡ് യു ലൈക്ക് ടു. വുഡ് യു ലൈക്ക് ടു എന്ന് നമ്മൾ ഇതുപോലെ എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ഒരു പ്രവൃത്തി കൂടി പറയുകയാണെങ്കിൽ, ഒരു വെർബ് കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ, ആ പ്രവൃത്തി നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. വുഡ് യു ലൈക്ക് ടു കം? നീ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഗോ? നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു സിങ്? നീ പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ കിട്ടിയോ? വുഡ് യു ലൈക്ക് ടു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു വെർബ് ഇതുപോലെ പറയുകയാണെങ്കിൽ ആ പ്രവൃത്തി നീ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലായോ? ഇനി ഈ രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് ആ എക്സാമ്പിളുകളുടെ ആ ഒരു സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത്, നീ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പറഞ്ഞ മറ്റൊരു സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു: നീ അവൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് അവനെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ നീ അയാളുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ചോദിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. വുഡ് യു ലൈക്ക് ടു ഗോ വിത്ത് ഹിം? വുഡ് യു ലൈക്ക് ടു ഗോ വിത്ത് ഹിം? നീ അവൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഗോ വിത്ത് ഹിം? ഇനി ഒരാൾ ചോദിക്കുകയാണ്, ഞങ്ങളൊരു മൂവിക്ക് പോവാണ്, ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ്, നീ ഞങ്ങളുടെ കൂടെ സിനിമയ്ക്ക് വരുന്നുണ്ടോ? നമ്മൾ അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലേ? നീ ഞങ്ങളുടെ കൂടെ സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തന്നെയാണല്ലോ ആ ചോദ്യം. എങ്ങനെയാണ് ഈ കാര്യം നമ്മൾ ചോദിക്കുന്നത്? വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി വിത്ത് അസ്? വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി വിത്ത് അസ്? നിങ്ങൾ അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, വുഡ് യു ലൈക്ക് ടു വാച്ച്? വുഡ് യു ലൈക്ക് ടു സീ? നീ വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ വാച്ച് എന്നുള്ള വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു വാച്ച്? ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ എന്തോ കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഫുട്ബോൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ ചെസ്സ് കളിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാരംസ് കളിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ അവർ എന്തോ കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളോട് മലയാളത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടുന്നോ? അല്ലേ, ജോയിൻ ചെയ്യുന്നോ എന്നാണ്. നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടുന്നോ എന്ന് നമ്മളോട് ചോദിക്കൂ അല്ലേ? അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. വുഡ് യു ലൈക്ക് ടു പ്ലേ വിത്ത് അസ്? വുഡ് യു ലൈക്ക് ടു പ്ലേ വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഞങ്ങളുടെ കൂടെ
കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വുഡ് യു ലൈക്ക് ടു പ്ലേ വിത്ത് അസ്. അതുപോലെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, വുഡ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് അസ്, വുഡ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് അസ്. നമ്മളിങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവരെല്ലാവരും ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മലയാളികളാണെങ്കിൽ തീർത്തും അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം എങ്ങനെയാണ്, ഞങ്ങളുടെ കൂടെ കഴിക്കാൻ കൂടുന്നോ, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇരിക്കണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്, വുഡ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് അസ്, വുഡ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് അസ്. നീ ഞങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ പതിവായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എൻ്റെ കൂടെ കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കോഫി കുടിക്കാൻ നമുക്ക് പോയാലോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നീ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഡിന്നർ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. നീ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, വുഡ് യു ലൈക്ക് ടു ഹാവ് ലഞ്ച് വിത്ത് മീ, വുഡ് യു ലൈക്ക് ടു ഹാവ് ലഞ്ച് വിത്ത് അസ്. നീ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, വുഡ് യു ലൈക്ക് ടു ഹാവ് ലഞ്ച് വിത്ത് അസ്. നീ ഞങ്ങളുടെ കൂടെ ലഞ്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഇനി ആ ലഞ്ച് മാറ്റിയിട്ട് നമ്മളവിടെ ഡിന്നർ, കോഫി, ടീ ഇതൊക്കെ ആക്കി കൊടുത്താൽ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് വരിക. വുഡ് യു ലൈക്ക് ടു ഹാവ് കോഫി വിത്ത് മീ, നീ എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ വരുന്നുണ്ടോ, കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ. വുഡ് യു ലൈക്ക് ടു ഹാവ് ഡിന്നർ വിത്ത് അസ്, നീ ഞങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. വുഡ് യു ലൈക്ക് ടു ഹാവ് എന്നാണ് നമ്മളവിടെ പറയുന്നത്, അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു എന്നാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് കാര്യം നമുക്ക് ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് നിത്യേന പറയുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നുള്ളതാണ്. ഇങ്ങനെ നിത്യേന നമ്മൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.